വെൽക്കം ടു മൾട്ടി ട്രേഡ്സ്. ഇന്ന് നമ്മൾ ഇൻഡെക്സ് ലോസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ലെസൺ പാർട്ട് 1 ആണിത്. ഇത് റിവ്യൂ ആണ്. ബേസിക് ആയിട്ടുള്ള ഇൻഡെക്സ് ലോസിനെ പറ്റിയുള്ള റിവ്യൂ. ഇൻഡെക്സ് ഫോം എന്ന് പറഞ്ഞാൽ ഇഫ് എ നമ്പർ ഓർ എ വേരിയബിൾ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ് സെവറൽ ടൈംസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ഷോർട്ട് കട്ട് നൊട്ടേഷൻ. ഇതിന് പറയുന്നത് ലേസി മാത്തമാറ്റീഷ്യൻസ് വേ ഓഫ് ഓപ്പറേഷൻസ്, അബ്രിവേറ്റിംഗ് ഓപ്പറേഷൻസ് സച്ച് ആസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്നും പറയും. കാരണം ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 3 to the power of 4, 3 into 3 into 3 into 3 ഇങ്ങനെ നീട്ടി എഴുതുന്നതിനേക്കാളും എളുപ്പമായിട്ട് നമുക്കിങ്ങനെ ഇൻഡെക്സ് ഫോമിൽ എഴുതാൻ പറ്റും. സോ ഇപ്പോൾ ഒരു ബേസ്, ഈ താഴെ കാണുന്ന നമ്പറിന് പറയുന്നതാണ് ബേസ്, മുകളിൽ കാണുന്ന നമ്പറിന് പറയുന്നതാണ് പവർ അല്ലെങ്കിൽ ഇൻഡെക്സ്. So this is the base. ഇതിന് പവർ എന്നും പറയാം അല്ലെങ്കിൽ ഇൻഡെക്സ് എന്നും പറയാം. ഇൻഡെക്സ് ഫോം. ചില കുട്ടികൾക്ക് ഇത് തമ്മിൽ തെറ്റിപ്പോകാറുണ്ട്. സോ ഇതൊന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചോണം. താഴെ എഴുതുന്ന നമ്പറിന് പറയുന്നതാണ് ബേസ്. ആ ബേസ് എന്ന് പറയുന്ന നമ്പറാണ് ആക്ച്വലി 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്തെന്ന് എഴുതുന്ന നമ്പറാണ് മുകളിൽ കാണുന്നത് പവർ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്ന് വെച്ചോ, 2 to the power of 5 എന്ന് തരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണ്? ബേസ് 2 5 വട്ടം മൾട്ടിപ്ലൈ ചെയ്തെന്ന് അല്ലേ അതിൻ്റെ അർത്ഥം? 1 2 3 4 and 5. സോ 5 വട്ടം മൾട്ടിപ്ലൈ ചെയ്തതിന് 1 2 3 4 5. അതുകൊണ്ടാണ് ബേസ് 2ഉം 5 വട്ടം മൾട്ടിപ്ലൈ ചെയ്തെന്ന് കാണിക്കുന്നതിനാണ് ആ 5 മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇനി അപ്പോൾ ഈ ടേംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം. ഇൻഡെക്സ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 to the power of 4 അല്ലെ 2 to the power of 5 എന്ന് എഴുതുന്നതിനാണ് ഇൻഡെക്സ് ഫോം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാം ഫാക്ടർ ഫോമിൽ എഴുതാനായിട്ട്. അതിൻ്റെ അർത്ഥം എന്നാ? ഈ തന്നിരിക്കുന്നത് ആക്ച്വലി എങ്ങനെ അപ്പിയർ ചെയ്യുന്നു അങ്ങനെ എഴുതാൻ പറയുന്നതിനാണ് ഫാക്ടർ ഫോം. പിന്നെ ബേസിക് ന്യൂമറൽ ആയിട്ട് ഇത് എഴുതാൻ പറയുകയാണ് ഫൈൻഡ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 into 3 is 9, 9 into 3 is 27, 27 into 3 എത്രയാണെന്ന് നോക്കുമ്പോൾ അത് 81. അപ്പോൾ അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറയുന്നതാണ് ഫൈൻഡ് ദ ബേസിക് ന്യൂമറൽ ഓഫ് ദിസ് ഇൻഡെക്സ് ഫോം. ഇത്ര മനസ്സിലായല്ലോ? നമുക്കിന്ന് താഴെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്, നമുക്കതിലേക്കൊന്ന് ശ്രദ്ധിക്കാം. സ്റ്റേറ്റ് ദ ബേസ് ആൻഡ് പവർ ഫോർ 5 to the power of 6. ഇതിലെ ബേസ് ഏതാണ്? ബേസ് എന്ന് പറയുന്നത് 5. സോ നമുക്കവിടെ 5 എഴുതാം. പവർ ഏതാണ്? ഇൻഡെക്സ് ഫോം ഏതാണ്? അത് ഇൻഡെക്സ് ഏതാണ്? പവർ ഓർ ഇൻഡെക്സ് ഈസ് 6. അത്രയേ ഉള്ളൂ, സിമ്പിൾ. റൈറ്റ് 5 to the. സോ ഇവിടെ കുറച്ച് ദീർഘമായ നമ്പർ തന്നിട്ടുണ്ട്, അതിന് ഇൻഡെക്സ് ഫോമിൽ എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 3 തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം 5 എഴുതാം. 5 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 2 3. ഇനി 3 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 into 1 2 3 അഗെയിൻ 3. ഇനി 2 എത്ര വട്ടം ഉണ്ട്? 2 into 2. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമ്മൾ ദീർഘമായിട്ടും ഉള്ള നമ്പേഴ്സിനെ നമുക്കിങ്ങനെ ചുരുക്കി എഴുതാം. ആ ചുരുക്കി എഴുതുന്ന ഷോർട്ട് കട്ടിനാണ് ഇൻഡെക്സ് ഫോം എന്ന് പറയുന്നത്. സോ 5 ക്യൂബ് എന്ന് വെച്ചാൽ 5 into 5 into 5 അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 into 3 into 3. 2 സ്ക്വയർ എന്ന് വെച്ചാലോ 2 into 2. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ ബേസിക് ന്യൂമറലായിട്ട് എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇവിടെ ചോദിക്കുന്നില്ല, ബട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 5 ക്യൂബ് എന്ന് വെച്ചാൽ എന്നാണ്? 5 into 5 into 5. അതിൻ്റെ ആൻസർ എത്രയാണ്? 5 into 5 is 25, 25 into 4 is 100, so 25 into 5 is 125. Into 3 ക്യൂബ് എന്ന് വെച്ചാൽ എത്രയാണ്? 3 into 3 into 3. 3 into 3 9, 9 into 3 27. Into 2 into 2 is 4. ഇതിലെല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മളിതെല്ലാം കൂടി ടൈംസ് ചെയ്യുമ്പോൾ 13,500 അത് വരും. പക്ഷെ ഇവിടെ ചോദ്യം അതില്ല, ബട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ. What does 6 cube means?
6 ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? 6 ക്യൂബ് എന്ന് വെച്ചാൽ ഏതാ ബേസിക് ന്യൂമറൽ? ബേസ് ഏതാണ്? 6. 6 3 വട്ടം എഴുതണമെന്ന് അതിൻ്റെ അർത്ഥം. അതും മൾട്ടിപ്ലിക്കേഷനാണ്. ചില കുട്ടികൾ 6 + 6 + 6, അല്ലെങ്കിൽ ചില കുട്ടികൾ എഴുതുന്ന 3 × 3 × 3 × 3 × 1 2 3 4 5 × 6 ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. അത് ശരിയാണോ? തെറ്റ്. ഇത് തെറ്റാണ്. നമ്മൾ എഴുതേണ്ടത് ബേസിക്കായിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ റിപ്പീറ്റായിട്ട് 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുള്ളൂ. ഞാനിത് എറേസ് ചെയ്ത് കളയാം, കൺഫ്യൂഷൻ ആകാതിരിക്കാനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഫാക്ടർ ഫോം. ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഇതിങ്ങനെ വിടർത്തി എഴുതുക, എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതിനാണ് പറയുന്നത് ഫാക്ടർ ഫോം. അപ്പോൾ നമുക്കിതൊന്ന് എഴുതിയേക്കാം. 15ൻ്റെ മുകളിൽ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു 15 മാത്രമേ ഉള്ളൂ. ഇൻറ്റു എഫ് എത്ര വട്ടം ഉണ്ട്? 2 വട്ടം. സോ F × F. എസ് എത്ര വട്ടം ഉണ്ട്? 4 വട്ടം. 1 2 3 4. അപ്പോൾ ഇങ്ങനെ നീട്ടി എഴുതുന്നതിനേക്കാളും നല്ലത് ഈ ഷോർട്ട് കട്ട് എഴുതുന്ന അല്ലേ? അതുകൊണ്ടാണ് ഇതിന് ഇൻഡെക്സ് ഫോം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. 19A4 mn3. ഇതിനെ എങ്ങനെ വിടർത്തി നമുക്ക് എഴുതാൻ പറ്റുന്നത്? എക്സ്പാൻഡ് ചെയ്യുന്നത് 19 × A × A × A × A. സോ 1 2 3 4. പിന്നെ ഒരു m ഉണ്ട്, പിന്നെ n3, n × n. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ റിവ്യൂ ഓഫ് ഇൻഡെക്സ് ലോ ആണ്. ഒന്നുകൂടെ ക്വിക്കായിട്ട് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇൻഡെക്സ് ഫോം എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ലെ ഒരു വേരിയബിൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, സെവറൽ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ എങ്ങനെ ഷോർട്ട് കട്ട് നൊട്ടേഷനിൽ എഴുതുന്നതിനാണ് ഇൻഡെക്സ് ഫോം എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് താഴെ എഴുതുന്ന നമ്പർ നമ്മൾ ബേസ് എന്നും മുകളിൽ എഴുതുന്ന നമ്പറിനെ പവർ എന്നോ ഇൻഡെക്സ് ഫോം എന്നോ പറയാം, ഇൻഡെക്സ് എന്നും പറയാം. ഇതാണ് ഫാക്ടർ ഫോം. ഇത് ബേസിക് ന്യൂമറിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ബേസ് എന്ന് പറയുന്ന നമ്പറാണ് റിപ്പീറ്റഡായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ആ ചോദ്യം നമുക്കിവിടെ ഉണ്ട്. ഇവിടെ 5 എത്ര വട്ടം ചെയ്തിട്ടുണ്ട്? 3 വട്ടം. 3 എത്ര വട്ടം ചെയ്തിട്ടുണ്ട്? 3 വട്ടം. 2 എത്ര വട്ടം ഉണ്ട്? 2. 6 ക്യൂബ് എന്ന് വെച്ചാൽ 6 × 6 × 6. 3 × 3 × 3 ആണോ? അല്ല, 6 × 6 × 6 ആണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.